വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ആവേശകരമായ ഒരു അവസാനത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കളി നിർത്തുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 460 എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇന്ന് 2 റൺസ് കൂട്ടിച്ചേർക്കുമ്പോഴേക്ക് പ്രസീദ് കൃഷ്ണയുടെ വിക്കറ്റും നഷ്ടമായിക്കൊണ്ട് ഇന്ത്യ 462 എല്ലാവരും പുറത്താകുന്നു. രണ്ടാം ദിനത്തിൽ സ്പിന്നർമാർക്ക് അനുകൂലമായി തുടങ്ങിയ പിച്ചിലേക്കാണ് പിന്നെ ശ്രീലങ്ക ബാറ്റിങ്ങിനിറങ്ങുന്നത്. ആദ്യ ദിനത്തിൽ ശ്രീലങ്കൻ ബൗളർമാർക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയപ്പോൾ രണ്ടാം ദിനത്തിൽ ശ്രീലങ്കൻ സ്പിന്നർമാരായിരുന്നു ഇന്ത്യയുടെ ശേഷിച്ച 7 വിക്കറ്റുകൾ എറിഞ്ഞിട്ടത്. അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് അനുകൂലമായി തുടങ്ങിയിരിക്കുന്നു. ഇനി ശ്രീലങ്ക ബാറ്റിങ്ങിനിറങ്ങിയാൽ ഇന്ത്യൻ സ്പിന്നർമാർ ശ്രീലങ്കൻ ബാറ്റിങ്ങിന് മേൽ ആധിപത്യം പുലർത്തുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുന്ന കാഴ്ചയാണ് ശ്രീലങ്ക ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ കാണാൻ സാധ്യമായത്. 5 വിക്കറ്റുകളാണ് 90 റൺസ് എടുക്കുമ്പോഴേക്ക് ശ്രീലങ്കയ്ക്ക് നഷ്ടമായത്. ഒരു ഘട്ടത്തിൽ ശ്രീലങ്കയെ ഫോളോ ഓൺ ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. 5 വിക്കറ്റുകളിൽ 4 വിക്കറ്റുകളും സ്പിന്നർമാരായിരുന്നു നേടിയത്. എന്നാൽ 5 വിക്കറ്റ് നഷ്ടമായെടുത്ത് നിന്നാണ് പിന്നീട് ശ്രീലങ്കയുടെ ഒരു തിരിച്ചുവരവ്. സൊനാൽ ദിനീഷയുടെ സെഞ്ചുറിയും നിരോഷൻ ഡിക്വെല്ലയുടെ 80 റൺസുമാണ് ശ്രീലങ്കയെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്നത്. അവരിരുവരുമുള്ള പാർട്ണർഷിപ്പിൽ 146 റൺസാണ് നേടിയെടുത്തത്. എന്നാൽ ആ ഒരു പാർട്ണർഷിപ്പിനെയും ഇന്ത്യൻ സ്പിന്നർമാർ വേർപിരിച്ചപ്പോൾ പിന്നീട് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യമായില്ല ശ്രീലങ്കയ്ക്ക്. 284 റൺസിന് ശ്രീലങ്കയെ ഇന്ത്യൻ ബൗളർമാർ എറിഞ്ഞിട്ടു. ഫോളോ ഓൺ ചെയ്യിപ്പിക്കാൻ ഇന്ത്യക്ക് സാധ്യമായില്ലെങ്കിലും 173 റൺസിന്റെ ലീഡ് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ലീഡ് നിലനിർത്തിക്കൊണ്ട് രണ്ടാം ഇന്നിങ്സിൽ എത്രയും പെട്ടെന്ന് 200-250 അടുപ്പിച്ചൊരു സ്കോർ നേടിക്കൊണ്ട് ശ്രീലങ്കയെ വീണ്ടും ബാറ്റിങ്ങിന് അയച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പെട്ടെന്ന് വിക്കറ്റുകൾ നേടിയെടുക്കാൻ സാധ്യമായാൽ തീർച്ചയായിട്ടും ഈ ടെസ്റ്റിന് ഒരു റിസൾട്ട് ഉണ്ടാകും. പലപ്പോഴും ആദ്യ ദിനത്തിലും രണ്ടാം ദിനത്തിലും മഴ കളി തടസ്സപ്പെടുത്തിയിരുന്നു. ഇന്നും കുറച്ച് നേരത്തെ നിർത്തേണ്ടി വന്നു ടെസ്റ്റ് മത്സരം. ഇനി 2 ദിവസമാണ് ശേഷിക്കുന്നത്. മഴ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു റിസൾട്ട് ഉണ്ടാകും. അത് ഇന്ത്യയുടെ വിജയം തന്നെയായിരിക്കും. ഇനി അങ്ങോട്ട് സ്പിന്നർമാരുടെ കളി തന്നെയാണ്. ആ സ്പിന്നർമാരുടെ ഒരു അഴിഞ്ഞാട്ടത്തിൽ തന്നെയാണ് വിക്കറ്റുകൾ നിലം പൊത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബാറ്റർമാരുടെ 8 വിക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്ക എറിഞ്ഞിട്ടതെങ്കിൽ ഇന്ന് ശ്രീലങ്കൻ ബാറ്റർമാരിൽ 10ൽ 8 പേരെയും സ്പിന്നർമാരാണ് മടക്കിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മാനവ് സുതാറിന്റെ ബൗളിംഗ് പ്രകടനം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനെതിരെ തന്റെ ആദ്യ ടെസ്റ്റിൽ തന്നെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ 6 വിക്കറ്റുകൾ പിഴുതെടുത്തുകൊണ്ട് മായാജാലം തീർത്ത മാനവ് സുതാർ അത് വെറും ഒരു അത്ഭുതം കാണിക്കൽ മാത്രമല്ല, തനിക്ക് പ്രതിഭയുണ്ട്, തനിക്ക് ശേഷിയുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണെന്ന് ശ്രീലങ്കയ്ക്കെതിരെയുള്ള 4 വിക്കറ്റ് നേട്ടത്തിലൂടെ വീണ്ടും അത് തെളിയിക്കുകയാണ്. നേരത്തെ നമ്മളത് പറഞ്ഞിരുന്നു. മാനവ് സുതാറിന്റെ മാന്ത്രികതയിൽ ശ്രീലങ്കൻ ബാറ്റർമാർ റൺസ് കണ്ടെത്താൻ പാടുപെടേണ്ടി വരും. വിക്കറ്റ് അയാൾക്ക് മുന്നിൽ ബലി കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അത് അതുപോലെ പ്രാവർത്തികമാക്കുന്ന കാഴ്ച തന്നെയാണ് ശ്രീലങ്കയുടെ ആദ്യ ഇന്നിംഗ്സിൽ കാണാൻ സാധ്യമായത്. രവീന്ദ്ര ജഡേജയും 3 വിക്കറ്റുകൾ നേടിയെടുത്തു. കുൽദീപ് യാദവ് 1 വിക്കറ്റ് നേടിയപ്പോൾ പ്രസീദ് കൃഷ്ണയും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റുകൾ നേടിയെടുത്തു. ചുരുക്കി പറഞ്ഞാൽ നേടിയ 10 വിക്കറ്റുകളിൽ 8 വിക്കറ്റുകളും വീഴ്ത്തിയത് സ്പിന്നർമാരാണ്. ഇനി അങ്ങോട്ട് 2 ദിനത്തിൽ കാണാൻ കിടക്കുന്നത് സ്പിന്നർമാരുടെ കളികൾ തന്നെയാണ്. സ്പിന്നിനെ അനുകൂലിച്ചു തുടങ്ങിയ പിച്ചിൽ നാളെ ഇന്ത്യൻ ബാറ്റർമാർക്ക് ശ്രീലങ്കൻ സ്പിന്നർമാരുടെ മേൽ ആധിപത്യം പുലർത്താൻ സാധ്യമായാൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ വലിയൊരു സ്കോർ കണ്ടെത്തിക്കൊണ്ട് നിലവിലുള്ള ലീഡിനോട് ചേർക്കപ്പെടുമ്പോൾ ശ്രീലങ്ക ഒന്ന് സമ്മർദ്ദത്തിലാകും എന്നതിൽ ഒരു സംശയവുമില്ല. ആ ഒരു സമ്മർദ്ദം മുതലെടുക്കാൻ ഇന്ത്യൻ സ്പിന്നർമാർക്ക് സാധ്യമായാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ വിജയം വിദൂരമല്ല. കാത്തിരിക്കാം നമുക്ക് ആവേശത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വിശേഷങ്ങളുമായി. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.